പെട്ടെന്നാവട്ടെ, വിശന്നിട്ടാണെങ്കിൽ കണ്ണ് കാണുന്നില്ല. അതെ, നിങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കാതെ എന്നെ ഒന്ന് സഹായിക്കേ. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് അടുത്ത ജോലിക്ക് പോവാൻ. അതെ, റൂൾ ഈസ് റൂൾ. നമ്മുടെ ടേംസ് അനുസരിച്ച് ഇന്നത്തെ കിച്ചൺ ഡ്യൂട്ടി നിങ്ങൾക്കുള്ളതാ. ഞങ്ങൾക്ക് അതുകൊണ്ട് ഇടപെടാൻ പറ്റില്ല. സോറി ഡിയർ. കഷ്ടപ്പെട്ട് ജോലിക്ക് പോയി നിന്റെയൊക്കെ ചെലവെല്ലാം നോക്കുന്ന എന്നോട് തന്നെ നിങ്ങൾക്ക് റൂൾസ് പറയണം. ഡേ, സഹായിക്കാൻ പറ്റുമെങ്കിൽ നിൽക്ക്, ഇല്ലെങ്കിൽ പോ. കഴിക്കാറാകുമ്പോ വിളിക്കാം. നീ ആടി. ഓ, അല്ലെങ്കിൽ ഇവിടെ ആരും നിൽക്കാൻ പോകുന്നു. എനിക്കറിയ ജോലിയുണ്ട്. ഒന്ന് കമ്പനി തരാന്ന് വെച്ചപ്പം അണ്ടേ കണ്ട വാ. ഹായ്, ആരാ? എന്റെ പേര് നീതു. ഞാനിവിടെ പുതിയതായിട്ട് താമസിക്കാൻ വന്നതാ. ആരാടി ഇത്? നമ്മുടെ പുതിയ റൂംമേറ്റാ നീതു. റൂമേറ്റോ? ആര് പറഞ്ഞിട്ട്? ഹൗസ് ഓണർ ആയിരിക്കും, അല്ലാതെ ആര് പറയാൻ. എവിടെ എന്റെ റൂം? നീ മുകളിലത്തെ റൂം എടുത്തോ. അവിടെ കല്യാണി മാത്രമേ ഉള്ളൂ. എന്റെ റൂമോ? അതൊന്നും പറ്റത്തില്ല. നിങ്ങൾ വേണമെങ്കിലേ നിങ്ങളുടെ റൂമിൽ കൊണ്ടുവയ്ക്കോ. ഡേ, ഒരുമാതിരി തോന്നിയ ദിവസം പറയരുത്. ഓൾറെഡി നമ്മളെ റൂമിൽ 3 പേരുണ്ട്. അതുകൊണ്ട് അതൊന്നും പറ്റില്ല. ഒരു റൂമുള്ളതാണെങ്കിൽ ഹൗസ് ഓണർ അവരുടെ സാധനം വെച്ച് കൂട്ടിയിരിക്കുക. നിന്റെ റൂമിലെ സ്ഥലമുള്ളൂ, ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. പൊക്കോ, നേരെ മുകളിൽ പൊക്കോ. അല്ല, അത് മൂന്നും കൂടെ എനിക്കിട്ട് പണിതല്ലേ. ഈ റൂമിൽ താമസിക്കണമെങ്കിൽ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോണം. വിളച്ചിലെടുത്താണ്ടല്ലോ പറപ്പിക്കും ഞാൻ, കേട്ടല്ലോ. ദേ, ഇതാണ് നമ്മുടെ പുതിയ റൂം. ഇഷ്ടായോ? ദേ, മര്യാദയ്ക്ക് നിന്നാ നിനക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ പറപ്പിക്കും ഞാൻ. ആ, കല്യാണി പറഞ്ഞോ. ചേട്ടൻ എന്ത് പണിയാ കാണിച്ചേ? എന്തു പറ്റി? ഇന്ന് ഇവിടെ പുതിയൊരാള് വന്നേക്കുന്നു, റൂം ഷെയർ ചെയ്യാന്ന് പറഞ്ഞിട്ട്. ആ, നീതു. ഞങ്ങൾ ഈ വീട് വാടകയ്ക്ക് എടുത്തപ്പോഴേ ഞങ്ങളോട് എന്താ പറഞ്ഞത്? 2 റൂമിൽ 4 പേരെ പറ്റത്തുള്ളൂ എന്നല്ലേ? വേറൊരു കാര്യം കൂടെ പറഞ്ഞിരുന്നു. എല്ലാ മാസവും വാടക കൃത്യമായിട്ട് തരണമെന്ന്. കഴിഞ്ഞ 3 മാസമായിട്ട് വാടക കിട്ടിയിട്ടില്ല. ഓർമ്മയുണ്ടോ അത്? എന്റെ പൊന്ന് ചേട്ടാ, തരാനുള്ള പൈസയൊക്കെ തരാം. ആദ്യം തരാനുള്ളത് തരാൻ നോക്ക്, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. ഇല്ലേലും ഓരോരുത്തരായിട്ട് ഇങ്ങനെ വരാൻ തുടങ്ങും. ആ കൊച്ചാണെങ്കിലേ 6 മാസത്തെ വാടക ഒരുമിച്ച് തന്നിട്ടാ നിൽക്കുന്നത്. നിങ്ങളെ പോലെയല്ല, ഡീസന്റാ. വെച്ച എന്താടി നിന്റെ പ്രശ്നം? എല്ലാം നീ കാരണമാ. ഞാനോ? നമ്മൾ കറക്റ്റ് ആയിട്ട് റെന്റ് കൊടുക്കാത്തോണ്ടേ ആ ഓണർ മനഃപൂർവ്വം നമുക്കിട്ട് വെച്ച പണിയായിരുന്നു. ഓ, അതേടി, ഞാൻ കാരണവാ. കഷ്ടപ്പെട്ട് ജോലിക്ക് പോയി നിന്റെയൊക്കെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതും പോരാ, നിന്റെയൊക്കെ വായിലിരിക്കുന്ന കേൾക്കാൻ വേണമെന്ന് വെച്ചാ? അതെ,
3 മാസമായിട്ട് എനിക്ക് സാലറി കിട്ടിയിട്ടില്ല. എന്നിട്ട് എന്തെങ്കിലും ഒരു കുറവ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ ഞാൻ വരുത്തിയിട്ടുണ്ടോ? ഇല്ലല്ലോ. കടം മേടിച്ചിട്ടാണെങ്കിലും ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാറുണ്ട്. നാളെ തൊട്ട് അവരവരുടെ കാര്യങ്ങൾ അവരവർ ചെയ്തു നോക്ക്. അപ്പൊ പഠിച്ചോളും. പക്ഷേ എടി, നീ ഏതെങ്കിലും വീട്, അവൾ അവളുടെ വിഷമം കൊണ്ട് പറഞ്ഞതായിരിക്കും. ഡേ, നിനക്കിപ്പോ ശരിക്കും എന്താ പ്രശ്നം? എനിക്ക് വൃത്തിയില്ല, അവൾക്ക് പ്രൈവസി പോരാ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ റൂമിൽ നിന്ന് പുറത്താക്കിയത്. ഇപ്പൊ അവളിൽ എന്ത് കുറ്റമാണ് നീ കണ്ടുപിടിച്ചത്? കണ്ടാലേ അറിയാം, അതൊരു പാവം കൊച്ചാടി. പാവമല്ല, മൊന്ന ബുദ്ധി പോലെ ഉണ്ട്. അവളും അവളുടെ ഒരു പാവയും ഒട്ട കണ്ണാടിയും. അവൾക്കല്ല, ഇവൾക്കാണ് പ്രശ്നം. നീ ഒരു OCD ആന്ന് പറഞ്ഞ് എല്ലാവരും ഈ കുറ്റം പറയുന്ന രീതി ഉണ്ടല്ലോ, അതങ്ങ് മാറ്റ്. പിന്നെ പ്രൈവസിയാണ് വേണ്ടെങ്കിൽ ഒരു വീടോ റൂമോ എടുത്ത് മാറിക്കോ. ഓ, അതിനൊടുക്കാൻ കാശ് വേണ്ടേ? ഡിമാൻഡ് ഒക്കെ ആണെങ്കിൽ അങ്ങ് കൊമ്പത്ത്, എന്നാ കയ്യിലോ പൈസയില്ല. എടി, എന്താടി നീ, നിനക്കെന്താ വേണ്ടത്? ഈ ഡ്രസ്സ് ഞാനൊന്ന് ഇട്ടോട്ടെ, ഒരു റീലിന്റെ ഷൂട്ട് എടുക്കാനാ. കൊണ്ട് വെച്ചോണം അവിടെ മര്യാദക്ക്. ഇന്നലെ വാങ്ങിയതേ ഉള്ളു, ഞാൻ പോലും ഇട്ടില്ല. അപ്പഴാ ഓ, അപ്പൊ ഡ്രസ്സൊക്കെ എടുക്കാൻ പൈസ ഉണ്ടല്ലേ? എന്നിട്ടാണ് ഇരുന്ന് എച്ചിത്തരം പറയുന്നത്. നീ അനുഭവിക്കോടി. എടി, ഇവളെന്താ പറഞ്ഞിട്ട് പോന്നേ? ഇവക്ക് എന്താ കുഴപ്പം? എടി, ഒന്നത് നമ്മൾ ആരും അവളുടെ റൂമിൽ കയറുന്ന അവൾക്ക് ഇഷ്ടമല്ല. പോരാത്തേന് ആ നീതുവിനെ അവൾക്ക് തീരെ പിടിച്ചിട്ടുമില്ല. ഈ നനഞ്ഞ തോർത്തൊക്കെ ഇവിടെയാണോ കൊണ്ടിടുന്നത്? അയ്യോ ചേച്ചി, ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. സോറി. ഒട്ട കണ്ണാടിയും വെച്ച് മന്ദബുദ്ധിയെ പോലെ ഇരിക്കുക. വൃത്തിയല്ലെങ്കിലേ ഞാനിവിടെ കിടത്തത്തില്ല കേട്ടോ. ലൈറ്റ് ഓഫ് ചെയ്തേ, എനിക്ക് ഉറങ്ങണം. അയ്യോ, ലൈറ്റ് ഓഫ് ചെയ്യല്ലേ, എനിക്ക് പഠിക്കാനുണ്ട്. ചേച്ചി കിടന്നോ, ഞാൻ പിന്നീട് ഓഫ് ചെയ്തോളാം. നിന്റെ സൗകര്യത്തിന് വേണോ ഞാൻ ഉറങ്ങാൻ? ലൈറ്റ് ഓഫ് ചെയ്യടി. അതെ, എനിക്ക് പഠിക്കാനുണ്ട്. ഞാൻ ഹൗസ് ഓണറിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് തന്നെയാണ് ഈ വീട് എടുത്തത്. ചേച്ചിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരോട് പോയി കംപ്ലൈന്റ് ചെയ്തോ. എന്ത് പറ്റി മുത്തേ? അഭിശാശം മുകളിൽ ലൈറ്റ് ഇട്ടിരിക്കുവന്ന്. ഷോ, വന്ന് വന്ന് കിടപ്പാടവും പോയി കിട്ടിയില്ലേ? ദേ, ഞാൻ ഉറക്കം വന്നിരിക്കുവാണേ, വെല്ലം വിളിച്ച് പറയും. എണീറ്റ് പോ. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ എണീറ്റ് പോടി. ആ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യോ? സൗകര്യമില്ല. എന്താടി അവിടെ ഒരു ബഹളം? സാധാരണ കല്യാണിയല്ലേ അവളുടെ റൂമിൽ നിന്ന് എല്ലാരും പുറത്താക്കി വിടുന്നേ. ഇപ്പൊ അവള് പുറത്തായി. കല്യാണി പുറത്താക്കിയോ? നീതു അവള് കൊള്ളാലോ. നാളെ എനിക്ക് റീലിന്റെ ഷൂട്ടുള്ളതാ, നമുക്ക് കിടക്കാം.
ഞാനേ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. കൊച്ചിന് കേറി ഇരിക്കാൻ കണ്ട നേരം. എടോ ഇപ്പോഴെങ്ങനെ ഇറങ്ങുമോ? എടോ എന്തേലും പറയടോ. ഞാൻ അകത്തിരുന്ന് ഉറങ്ങുവാണോ? എന്താടി എന്തു പറ്റി? അതൊക്കെ പിന്നെ പറയാം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്ന ഡേ അലീന എവിടെ? ആ എന്തോ റീൽസ് എന്തോ എടുക്കാന്ന് പറഞ്ഞ് കുറെ നേരമായി പോയിട്ട്. മനുഷ്യനാണെങ്കിൽ ഇവിടെ വിശന്നിട്ട് പാടില്ല. എന്നാ എൻ്റെ മോളെ എണീക്ക്, നമുക്ക് കഴിക്കാം. അവളെ കാത്തിരുന്ന കഴിപ്പ് കിടക്കത്തില്ല. എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ? നല്ല മീൻകറി ഉണ്ട്. ആഹാ അന്തസ്. ചാർജായി പോവാ. കുറെ നാളെ മീൻകറി കഴിച്ചിട്ട്. ആഹാ അയ്യോ, ഇവിടെ വെച്ചിരുന്ന മീൻകറി എന്തേ? ആ റീൽസ് ഭ്രാന്തി എടുത്തിട്ട് പോയിട്ടുണ്ടാകും റീൽസ് എടുക്കാനായിട്ട്. നീ ഒരു കാര്യം ചെയ്യ്, ചോറ് വരും, ഞാൻ പോയി നോക്കിട്ട് വരാം. അല്ല, ഞാനത് അങ്ങ് എടുത്ത് കളഞ്ഞായിരുന്നു. കളഞ്ഞോ? അല്ല, ഇന്ന് തിങ്കളാഴ്ചയല്ലേ. നിനക്ക് എന്ത് പെണ്ണേ, നീ എന്തിനാ അതെടുത്ത് കളഞ്ഞത്? ഞാനിന്ന് തിങ്കളാഴ്ച വ്രതത്തിലാ. അപ്പൊ നോൺ വെജ് കഴിക്കാൻ പാടില്ല. നീ വ്രതത്തിലാണെങ്കിൽ നീ കഴിക്കണ്ട. എന്തിനടി അതെടുത്ത് കളഞ്ഞത്? ആണ്ടില് സംക്രാന്തിക്ക് അവിടെ കുറച്ച് മീൻകറി വെക്കണം നശിക്കാനായിട്ട്.
അല്ല, ഞാൻ വ്രതം എടുക്കുന്നത് നിങ്ങൾക്കും കൂടെ വേണ്ടിയിട്ടാ. അപ്പൊ നിങ്ങൾ നോൺ വെജ് കഴിക്കാതിരുന്നാലേ അതിന്റെ ബലം കിട്ടൂ. അത് നിന്നോടാര് പറഞ്ഞു? എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ. നീയും നിന്റെ ഒരു അമ്മയും ഇറങ്ങിപ്പോടി ഇവിടുന്ന് ആശിക്കാനായിട്ട്. ഇനി ഇവിടെ നീ നിന്നാണ്ടല്ല, ഞാൻ വരെ വിളിച്ച് പറയും. ഇറങ്ങിപ്പോടി. കടം മേടിച്ചിട്ട് ഓരോന്ന് വെച്ചുണ്ടാക്കുന്നത്. നല്ല മീൻകറിയായിരുന്നു. ഓർത്തിട്ട് സങ്കടം വരുന്നു. ഈ കൊച്ചിന് എന്തോ കുഴപ്പമുണ്ട്. എനിക്ക് വിശക്കണം. മീൻകറി ഇല്ലാതെ ഞാൻ ഇനിങ്ങനെ ഫുഡ് കഴിക്കും. എന്നുള്ള മൂടും പോയി. നീ എന്റെ മീൻകറി എടുത്ത് കളയുമല്ലോടി. ശരിക്ക് തരാം. അയ്യോ, ഇതെവിടെ പോയി? എടി, നീ കള്ള കളിയാണ് കളിക്കണേ. ആരാ എന്റെ ഡോൾ എടുത്തത്? വച്ചെടുത്ത് പോയി നോക്കു വെച്ചേ. അവളെ ഡോള്. അതെ, ഇവിടെ ആരും കള്ളിയാക്കാൻ നോക്കല്ലേ. ഇവിടെ ആരും ഡോള് വെച്ച് കളിക്കാനുള്ള പ്രായമൊന്നും അല്ല. എനിക്കറിയാം, നിങ്ങൾ തന്നെയാ ഡോൾ എടുത്തത്. എനിക്ക് എന്റെ ഡോൾ ഇപ്പൊ കിട്ടണം. ആഹാ, എന്നാ കണക്കായിപ്പോയി. നമ്മള് തന്നെ എടുത്തത്. നീ കൊണ്ടുപോയി കേസ് കൊടു. അല്ല പിന്നെ തന്നില്ലെങ്കിൽ ഞാൻ എന്തായാലും പോലീസ് സ്റ്റേഷനിൽ പോകും. മട്ടാണോ കൊച്ചു നിനക്ക്? നിന്റെ ഡോള് കണ്ടുപിടിക്കലാണോ പോലീസുകാരുടെ പണി? എന്തോന്ന് കൊച്ചിത്? നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ആര് പറഞ്ഞു? കഴിഞ്ഞ തവണ എന്റെ ഡോൾ മിസ്സായപ്പോ എനിക്ക് പോലീസാണല്ലോ കണ്ടുപിടിച്ച് തന്നത്. നിങ്ങൾ ആരെങ്കിലും ഇവളുടെ ഡോൾ എടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുത്തേക്ക്. അല്ലെങ്കിൽ ഇനി ഇവൾ ഇവിടെ എന്തൊക്കെ കിടന്ന് കാണിക്കുമെന്ന് അറിയാൻ പറ്റത്തില്ല. അയ്യോ, നമ്മള് നിന്റെ അടുത്ത് ചുമ്മാ ഒരു തമാശ ഇറക്കിയതല്ലേ. ഡോളേ നമ്മുടെ റൂമിൽ തന്നെ ഉണ്ട്. എടി അലീനെ, കൊച്ചിനെ ഡോൾ എടുത്തു കൊടുത്താണോ? അയ്യോ സോറി കേട്ടോ, ഞാനങ്ങ് പേടിച്ചു പോയി. പോലീസിന്റെ അടുത്തൊന്നും പറയില്ല കേട്ടോ. അതെ, ഈ കൊച്ചിനൊരു 5 പൈസയുടെ ബുദ്ധിക്കുറവുണ്ടോ എനിക്കൊരു സംശയം. നോക്കിക്കൊണ്ടിരിക്കാതെ കളിക്കാൻ നോക്ക്. നീതു, നീതു, നീതു. എന്താ? അല്ല, ഈ വീട്ടിലെ ചെലവ് നമ്മളെല്ലാം കൂടി ഷെയർ ഇട്ടാണ് ചെയ്യുന്നത്. ഈ മാസത്തെ നീതുവിന്റെ ഷെയർ കിട്ടിയിരുന്നെങ്കിൽ സാധനങ്ങൾ വാങ്ങാമായിരുന്നു. അയ്യോ, ഈ മാസം ഞാൻ ആകെ ടൈറ്റാ. കയ്യിലുണ്ടായിരുന്ന പൈസ റെന്റിന് കൊടുത്തു. അല്ല, പിന്നെ മോൾ എന്ത് ഉദ്ദേശത്തില്ല ഇവിടെ വെക്കുന്നതൊക്കെ എടുത്ത് കഴിക്കുന്നേ? അതോ നിന്റെ ഹൗസ് ഓണർ പറഞ്ഞോ വാടക മാത്രം കൊടുത്താൽ മതിന്ന്? ഈ ഒരു മാസം എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അടുത്ത മാസം ഞാൻ ഉറപ്പായിട്ട് പൈസ തരാം. ആ, ഇനി നിന്റെ ചെലവും കൂടി ഞാൻ നോക്കാം. അല്ലേല് പിന്നെ എന്റെ കിളി പറഞ്ഞിരിക്കുക. ഇനി നിനക്ക് എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പൈസ ഒപ്പിച്ചിട്ട് വാ, ഇല്ലെങ്കിൽ പട്ടിണി അടക്കേണ്ടി വരും. കേട്ടല്ലോ?
സമാധാനം ഒക്കെ പോയി അല്ലേടി? സത്യം ഇത്രയ്ക്ക് അങ്ങോട്ട് പ്രതീക്ഷിച്ചില്ല. എവിടെ തിരിഞ്ഞാലും ഇവിടെ തന്നെ. നിനക്കൊന്നും പറയാനില്ലേ? അയ്യോ ഇങ്ങനെയൊന്നും അല്ലല്ലോ കുറച്ച് ദിവസം മുന്നേ പറഞ്ഞത്. റൂംമേറ്റ് ആണ്, അഡ്ജസ്റ്റ് ചെയ്യണം എന്നൊക്കെയല്ലേ. ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ആ ഭൂതത്തിന്റെ കൂടെ കിടക്കാൻ പറ്റാത്തോണ്ടേ ഞാനിവിടെ സോഫയിലാണ് കിടക്കുന്നത്. എടി നീ അതങ്ങ് കള. ഞങ്ങൾ വെറുതെ നിന്നെ കളിപ്പിക്കാൻ പറഞ്ഞതല്ലേ. അവളെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പറഞ്ഞു വിടണം. എങ്ങനെ? എങ്ങനെ ആണെന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല. പക്ഷെ അവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടേ പറ്റൂ. രണ്ടുപേരും ഈ പറയുന്ന ആത്മാർത്ഥമായിട്ടാണെങ്കിൽ വഴി ഞാൻ പറയാം. പക്ഷെ കൂടെ നിൽക്കണം. എന്ത് വഴി? അവൾ ഇവിടെ വന്ന് നിൽക്കുന്ന എന്തിനാ? പഠിക്കേ. അത് നടന്നില്ലെങ്കിലോ? നീയൊക്കെ എന്നാ മോഷണം തുടങ്ങിയത്? അയ്യോ മോഷ്ടിച്ചതല്ല. നീ ഉറങ്ങുമായിരുന്നില്ലേ, അപ്പോ വെറുതെ ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചു ഇല്ലേ? അതിന് തന്നെ ഈ മോഷണം എന്ന് പറയുന്നത്. നീ എന്തിനാ ചുമ്മാ ഒന്ന് പരിങ്ങുന്നത്? ഉള്ള കാര്യം കൊണ്ട് പറ. അതെ, ആ നീതു ഇല്ലേ, അവള് കാരണം ഇവിടെ ആർക്കും ഒരു സമാധാനം ഇല്ല. അവളെ എങ്ങനെയെങ്കിലും ഇവിടെ ഓടിക്കണം. അതിനുവേണ്ടി ഇവളൊരു വഴി പറഞ്ഞു. അതിന് കുറച്ച് പൈസ വേണമായിരുന്നു. അതിനാ ഞങ്ങൾ പൈസ എടുത്തത്. നിന്നോട് ചോദിച്ചാൽ നീ തരത്തില്ലല്ലോ, അതുകൊണ്ടാ വന്നെടുത്ത്. എന്റെ പൊന്നു മോളെ, നീ പൈസ തന്നില്ലെങ്കിലും വേണ്ടില്ല, പക്ഷെ ഞങ്ങളുടെ പ്ലാൻ കുളമാക്കല്ലേ. അവളെ ഒഴിവാക്കുന്ന കാര്യമല്ലേ, അതുകൊണ്ട് ഞാനങ്ങ് ക്ഷമിച്ചു. ഓഹോ, അപ്പൊ നിനക്ക് അവളെ മതിയായല്ലേ? നിന്നെയൊക്കെ കൊണ്ടേ ഇവിടെ സഹിക്കാൻ വയ്യ, അപ്പോഴാ അവള്. ആദ്യം നീ പ്ലാൻ പറ. നമ്മളൊരു കേസ് ബിയർ എടുക്കും, അവളുടെ റൂമിലോട്ട് ചെല്ലുന്നു, അടിക്കുന്നു, അലമ്പും. ഓ, നിനക്കൊക്കെ ബിയർ എടുത്ത് അടിക്കണം. അതിന് ഓരോ ഐഡിയയും കൊണ്ടൊക്കെ വന്നോളൂ. ഒന്ന് പോയേടി. ഞാൻ ഒരു കാര്യം പറയട്ടാ, ഒന്നാട്ട് അതൊരു അയ്യോ പാവം കേസാ. പിന്നെ ആവശ്യമില്ലാതെ പ്രാർത്ഥന, വഴിപാട്, അങ്ങനെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട്. അതിന്റെ ഇടയിൽ പോയി നമ്മൾ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂല. എങ്കിൽ ഓക്കെ. ഞാൻ പാടണം. നീ അറിഞ്ഞോ മേലെമാനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. നീ അറിഞ്ഞോ മേലെമാനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. അങ്ങ് സ്വർഗത്തിലെ മുത്തച്ഛന്മാർക്ക് ഇഷ്ടം പോലെ കുടിക്കാനുണ്ട്. ആ നീ അറിഞ്ഞോ മേലെമാനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. മോളെ നീത്ത് എന്തെടുക്കുക? പഠിക്കുവാണോ? ഓ, പഠിച്ചോ പഠിച്ചോ. കൊച്ചിനെ ഡിസ്റ്റർബ് ചെയ്യട്ടെ, മക്കളോടെ പഠിച്ചോടി.
Don't push back. Don't push back. Don't push back. Push back. Don't push back. Don't push back. Don't push back. Don't push back. ചേടാ ഒരു കുപ്പി മുഴുവൻ അകത്ത് കയറ്റിയപ്പോ ഞാൻ വിചാരിച്ചു നമ്മളെക്കാളിലും ഒക്കെ കപ്പാസിറ്റിയുള്ള കൊച്ചാണ് ആൻഡ് അടക്കണ്. ഇടി ഇവള് നമ്മളെക്കാളും തറയാടി. എന്തൊക്കെയായിരുന്നു പാവം കൊച്ച്, അവക്കിതൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, കെട്ടും കെട്ടിപ്പോയിക്കോളും. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? എന്റെ പൈസ പോയത് മിച്ചം. എടി ഒരു ഐഡിയ അല്ലേ പാളിപ്പോയല്ലോ, എന്റെ ഇനി ഐഡിയാസ് ഉണ്ട്. ദേ ചുമ്മാ ഇരുന്നോണം കേട്ടാ. അതെ നിന്റെ ഐഡിയ അല്ലേ, ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ട് താഴോട്ട് വാട്ടാ. സൂക്ഷിച്ച്. ഇങ്ങനാണെങ്കിൽ അവളെ ഇവിടുന്ന് ഓടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എടി എന്റെ ഒരു ഐഡിയ അല്ലേ ചുറ്റിപ്പോയുള്ളൂ. നീ ഐഡിയ ഇവിടെ പറയണ്ട, നീ പറഞ്ഞിടത്തോളം ഒക്കെ മതി. അവൾ എങ്ങനെയെങ്കിലും ഇവിടെ ഓടിക്കണം. എനിക്കറിയാം എന്താ വേണ്ടേന്ന്. ദേ ഇനി പൈസ ലാകുന്ന ഒരു ഐഡിയക്കും ഞാനില്ല. അതെ, അവളെ ഇവിടുന്ന് പറഞ്ഞു വിടണമെങ്കിൽ അവളെ മാക്സിമം നമ്മൾ വെറുപ്പിക്കണം. എന്തായാലും കല്യാണിയുടെ ഐഡിയ ചീറ്റിപ്പോയില്ലേ, ഈ ഐഡിയയും കൂടെ നോക്കാം. വെറുപ്പിക്കാന്ന് വെച്ചാ? അതെ, ഈ പെണ്ണുങ്ങളെ വെറുപ്പിക്കുന്ന കാര്യത്തിൽ PhD എടുത്ത 3 പേരെ എനിക്കറിയാം. നീ ഇത് ആരുടെ കാര്യം ഈ പറയുന്നേ? അളിയാ അവര് ഇതുവരെ കണ്ടില്ലല്ലോ. നീ എന്തുവാടേ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഊരി മാരുടെ ഓവറാക്കി ചെലവാക്കാതെ? കേരളത്തിൽ കൂളിംഗ് ഗ്ലാസ് ഉപയോഗിക്കുന്ന 2 പേരേ ഉള്ളൂ. ഒന്ന് ഞാനും പിന്നൊന്ന് മമ്മൂക്കി. ഡേയ് അഭി ദേഖോ കൈസേ ഞഞ്ഞായിരിക്കുന്നു. അവര് വരുന്നടാ. അതെ, നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാൻ പോയി സംസാരിച്ചിട്ട് വരാം. എടാ അവളിത് നമ്മുടെ അടുത്തോട്ട് വരുന്നേന്ന് തോന്നുന്നു. തോന്നണടിയാ. ഹലോ, ഞാൻ സജിത്ത്. ഇതൊക്കെ വേണോ? അല്ലെങ്കിൽ ഇവന്മാരെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുവാ. ഇതിന്റെ ഇടയിൽ ഹെൽപ്പും കൂടെ ചോദിക്കാൻ പോയില്ലേ, പിന്നെ ഇവന്മാർക്ക് ഇത് മതി. അതെ, ഈ കാര്യത്തിന് ഇവന്മാരാണ് കറക്റ്റ്. കാര്യം കഴിയുമ്പോ നൈസായിട്ട് അങ്ങ് ഒഴിവാക്കാം. ഇതൊക്കെ അവസാനം പണിയാവാണ്ടിരുന്നാ മതി. നീ കേട്ടിട്ടില്ലേ, കാര്യം കാണാൻ കഴുതക്കാലും പിടിക്കണമെന്ന്? അത്രേ ഉള്ളൂ. കാര്യങ്ങളൊക്കെ ആതിരെ പറഞ്ഞു.
നിങ്ങളാരും വിഷമിക്കണ്ട, എൻ്റെ കയ്യിൽ നല്ലൊരു പ്ലാൻ ഉണ്ട്. എന്താ പ്ലാൻ? പ്ലാനൊക്കെ പറയാം, പക്ഷെ വർക്കൗട്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളെ കെട്ടിപ്പിടിക്കുന്ന ആഗ്രഹമൊക്കെ വരും. ആഗ്രഹം വന്നാലും കുഴപ്പമില്ല. കണ്ടോ ഞാൻ അപ്പോഴേ പറഞ്ഞില്ല ഇവന്മാര് നമുക്ക് പണിയാവുന്നു. അയ്യോ, കുട്ടി വിഷമിക്കണ്ട. ഇനി മുതൽ നിങ്ങളുടെ ശത്രു നമ്മളുടെ ശത്രുവാണ്. അപ്പൊ ഇനി പ്ലാൻ വർക്കൗട്ട് ആയിട്ട് കാണാം. ഓക്കെ, പോട്ടെ. എന്താവും എന്തോ. പിടികളിയാ, നീയും പിടി. എന്താ നിന്റെ പ്ലാൻ? എന്തിനാ ഈ മമ്മൂടിയൊക്കെ? എടാ, നമ്മൾ ഇന്ന് അവളുടെ ഹൗസ് ഓണറിനെ കിഡ്നാപ്പ് ചെയ്യും. കിഡ്നാപ്പാ? അയാളെ കിഡ്നാപ്പ് ചെയ്തിട്ട് നമുക്ക് എന്താന്ന് കിട്ടാൻ? എടാ മണ്ട, അവളോടൊന്ന് മാറ്റാൻ ഹൗസ് ഓണർ സമ്മതിക്കുന്നില്ല. അവള് വരുന്നില്ല പറഞ്ഞത്. എടാ, നമ്മൾ അയാളെ കിഡ്നാപ്പ് ചെയ്യുന്നു, എന്നിട്ട് അയാളെ ഭീഷണിപ്പെടുത്തി നീതുവിനെ അവിടെ നിന്ന് മാറ്റുന്നു. എങ്ങനെയുണ്ട് ഈ സജിത്തിന്റെ ബുദ്ധി? നൈസ്. നിന്നിൽ നിന്ന് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. പിന്നെ ഇതിന്റെ ക്രെഡിറ്റ് ഞാൻ ഒരുത്തനും തരത്തില്ല കേട്ടോ. നീ എന്നാ വെച്ചോ. എടാ, അയാൾ വരുന്നുണ്ട്. Don't push back. Don't push back. നിങ്ങൾ എന്ത് മണ്ടത്തരം കാണിച്ചത്? അയാളുടെ മോൻ ഇവിടുത്തെ SI ആണ്. പറയുമ്പോ എല്ലാം തെളിച്ചു പറയണ്ടേ? SI ആണെന്ന് ആദ്യം പറഞ്ഞില്ലല്ലോ. ഈ ക്രെഡിറ്റും കൂടെ നീ തന്നെ വെച്ചോ. അല്ലെങ്കിൽ അവൻ മണ്ടത്തിനെ കാണിക്കുള്ളൂ. അതെ, എൻ്റെ അല്ലേ വേറൊരു പുതിയ പ്ലാൻ ഉണ്ട്. മണ്ണാങ്കട്ട, മര്യാദയ്ക്ക് അയാളെ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കാൻ നോക്ക്, അല്ലെങ്കിൽ എല്ലാണോ കുടുങ്ങും. നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി പോലീസ് എങ്ങനെ വന്ന് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞങ്ങളെ നിങ്ങൾക്ക് അറിയ പോലും ഇല്ല, കേട്ടല്ലോ? വാടി. എടി നിക്ക്, ഒരു പ്ലാൻ കൂടെയുണ്ട്. കുട്ടിക്ക് ബുദ്ധിയുണ്ട്. എന്താ കുട്ടിയുടെ പേര്? അതെ, ഇനി നിങ്ങളുടെ പ്ലാൻ ഒന്നും വേണ്ട, ഞങ്ങൾ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. നിനക്കൊന്നും മതിയായില്ലേടി? എടി നിക്ക്, ഇച്ചിരി കടന്ന കൈയാണ്, എന്നാലും ഞാൻ പറയുന്ന കേക്ക്. എടി ഇതെന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. ഇത്തവണ എന്തായാലും അവള് പെട്ടിയും തൂക്കി ഇവിടുന്ന് ഓടുന്നതേ ഞാൻ കാണിച്ചു തരാം. അത് കൊറേ ആയി കേൾക്കുന്നു. അതവിടെ നിൽക്കട്ടെ, എന്താ പ്ലാൻ അത് പറ. നിനക്കിത് എന്തിന്റെ കേടാ? അവന്മാരങ്ങ് പറഞ്ഞു വിട്ടുകൂടായിരുന്നോ? വെറുതെ ഓരോ വള്ളി പിടിച്ച് തലയിൽ വെക്കാനാണ് നിന്റെ പ്ലാനിങ്? അതെ, ഈ പ്ലാൻ വർക്ക്ഔട്ട് ആണെങ്കിലേ അവരെ നമുക്ക് ആവശ്യമുണ്ട്. ഇവിടെ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലാൻ പറഞ്ഞ് കളിക്കുന്നതല്ലേ ഉള്ളൂ, ഒന്നും വർക്കൗട്ട് ആവുന്നില്ലല്ലോ. എന്നാ പിന്നെ നീ ഒരു പ്ലാൻ പറ. എനിക്കറിയായിരുന്നു അവസാനം എൻ്റെ അടുത്ത് തന്നെ വരുമെന്ന്. എൻ്റെ കയ്യിലൊരു ഉഗ്രൻ പ്ലാൻ ഉണ്ട്. ഡേ വലിയ ബിൽഡപ്പ് ഒന്നും വേണ്ട, പ്ലാൻ എന്താന്ന് വെച്ചാ പറ. എന്നും വൈകുന്നേരം 6 മണിയാവുമ്പോൾ കിച്ചണിലേക്ക് അവൾ ചായ ഇടാനായിട്ട് വരും. 5:30 മണിയാവുമ്പോൾ നമ്മൾ കിച്ചണിലേക്ക് ചെന്നിട്ട് ഗ്യാസ് ഒന്ന് തുറന്ന് വിടണം. 6 മണിയാവുമ്പോൾ അവൾ വന്ന് ഗ്യാസ് കത്തിക്കുന്നു. അവളുടെ പൊടി പോലും കാണത്തില്ല. അതെ അതെ, അവളെ പൊടിയും കാണൂല, നമ്മളെ പൊടിയും കാണൂല. നിനക്ക് ജയിലിൽ പോയിരുന്ന റീല് ചെയ്യണമെന്ന് വല്ല ആഗ്രഹം ഉണ്ടാടി? ജയിലിൽ ഇപ്പോൾ റീലൊക്കെ എടുക്കാൻ പറ്റുമോ? കഷ്ടം തന്നെ. ഈ വെളിവില്ലാത്തവന്മാർക്കൊക്കെ പ്ലാൻ ചോദിക്കുന്നതിനെ ആദ്യം നമ്മളെ പറയണം. നീ നിന്റെ പ്ലാൻ എന്താന്ന് വെച്ചാ പറ. കേൾക്കുമ്പോ കുറച്ച് കടന്ന കൈയാന്നൊക്കെ തോന്നുമെങ്കിലും ഞാൻ നോക്കിയിട്ട് ഇതല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. അതായത്
അവൾ ഒറ്റയ്ക്കുള്ളപ്പോഴേ അവളുടെ മുറിയിലോട്ട് അവന്മാരിലൊരുത്തനെ നമ്മൾ കയറ്റിവിടുന്നു. എന്തിനെ? ഒരു പെണ്ണ് റൂമിൽ ഒറ്റയ്ക്കുള്ളപ്പോഴേ ഒരുത്തൻ എന്തിനായിരിക്കും അവള് റൂമിൽ കയറുന്നേ? വാണിഭം, പെൺവാണിഭം. ഞാനതിന് കൂട്ടി നിൽക്കൊന്നുമില്ല. അവള് പോണമെങ്കിൽ മതി. ഡേ, നീ ഇത് കാര്യമായിട്ട് പറയണോ? എടി ഞാൻ നോക്കിയിട്ട് ഇതല്ലാണ്ട് വേറെ വഴിയൊന്നും ഇല്ല. ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ഞാൻ ഈ പണി ചെയ്യൂല, നീയും. എടി പോവല്ലേ, എന്റെ കയ്യിൽ വേറൊരു പ്ലാൻ കൂടി ഉണ്ട്. ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് പോലും. എന്നാ പിന്നെ അവളുടെ റൂമിൽ കൊണ്ട് നിർത്താത്തുണ്ട്. എടി ഈ മുട്ട കുഴിച്ചിടണോ? വെറുതെ എന്തിനാ ഒരു മുട്ട വേസ്റ്റ് ആക്കുന്നേ? എന്റെ പൊന്നു കൊച്ചൻ, നിനക്ക് എപ്പോഴും ഈ തിന്നണം എന്നുള്ള വിചാരം മാത്രമുള്ള. എടി ഒരു ഓംലേറ്റ് അല്ലേ, അത് നിനക്ക് ഞാൻ ഉണ്ടാക്കി തരാം. പിന്നെ ആ മന്ത്രവാദി പറഞ്ഞ നിനക്ക് ഓർമ്മയില്ലേ, ഇത് കുഴിച്ചിരുന്നതിനേക്കാൾ ദോഷമാണ് തിന്നുന്നത്. അവളാണെങ്കിൽ 24 മണിക്കൂർ ഈ മരത്തിന്റെ മൂട്ടില. ഒരു പ്രാവശ്യം ഇത് ക്രോസ് ചെയ്താ ഉണ്ടല്ലോ, അപ്പൊ അവളോട് സ്ഥലം വിടും. ഓം കുണ്ടലിയാസന അഗ്നികോളാമാർവ്. തുപ്പ. അമ്മച്ചി, ഓ നീ ഫോണും നോക്കിയിരിക്കുവാണോ? എനിക്ക് ഓംലേറ്റ് ഉണ്ടാക്കി തരാന്നല്ലേ പറഞ്ഞത്? ഷേ, നീ ഇത് വിട്ടില്ലേ ഇതുവരെ? എവിടെ 24 മണിക്കൂർ തീറ്റുന്ന വിചാരം മാത്രല്ലേ ഉള്ളൂ. ആവാ ഉണ്ടാക്കി തരാം. എടി, നിന്റെ മുട്ടയിലെ കൂടോത്ര ആ ഐഡിയ പൊളിച്ചു. എന്തായാലും ഈ കളിയിൽ അവൾ ഓടും. എന്റെ ഐഡിയക്ക് സപ്പോർട്ടിന് നീയെങ്കിലും ഉണ്ടല്ലോ. നീ എന്നും ഇതുപോലൊരു ഓംലേറ്റ് ഉണ്ടാക്കി തരുവാണെങ്കിൽ നിന്റെ കൂടെ കട്ടയ്ക്ക് ഞാൻ ഉണ്ടാവും. നിങ്ങൾ ഇവിടെ ഇരിക്കുകയായിരുന്നോ? ഞാൻ എവിടെയെല്ലാം നോക്കിയെന്നറിയാവോ? നിങ്ങൾ കുഴിച്ചിട്ടില്ലേ മുട്ട? അത് ഞാൻ കഴുകി വൃത്തിയാക്കി ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അല്ല, നമ്മള് മുട്ട കുഴിച്ചിട്ട കാര്യം നീ എങ്ങനെ അറിഞ്ഞേ? നിങ്ങൾ കുഴിച്ചിടുന്ന റീല് കണ്ടു. ഇല്ല. അതൊന്ന് വൈറലാവാൻ വേണ്ടി. പിന്നെ റീൽ എടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ആഹാരം ഇങ്ങനെ വേസ്റ്റ് ചെയ്യരുത് കേട്ടോ. ഇതിപ്പോ ഞാൻ കണ്ടത് കൊണ്ട് കൊള്ളാം. അടുത്ത പ്രാവശ്യം റീൽ എടുക്കാൻ പോകുമ്പോ എന്നെ കൂടെ വിളിക്കണേ. എടി, നിനക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അലീനെ, 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 ദൈവമേ, ഞാൻ സമാധാനം പറയേണ്ടി വരുമോ? അലീനെ, അല്ല നമ്മളെപ്പോഴാ
അവരെ കൊണ്ടുവരുന്നത്? ആരെ കൊണ്ടുവരുന്ന കാര്യം ഉദ്ദേശിക്കുന്നേനെ? അല്ല, ഇവളുടെ പ്ലാൻ അനുസരിച്ചിട്ടേ അവളുടെ റൂമിൽ ഒരുത്തനെ കയറ്റി വിടൂലേ? ഓ, വാണിപ്പം. നീ അത് ഇതുവരെ വിട്ടില്ലേ? അത് ഞാൻ അപ്പോഴത്തെ ഒരു ആവേശത്തിന് പറഞ്ഞല്ലേ, നീ നിങ്ങൾ കളാ. അല്ല, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്നല്ലേ? അവളേതോ അന്യഗ്രഹ ജീവിയാ, പിന്നല്ലേ ഇന്ത്യക്കാരി. കണ്ടില്ലേ ഒരെണ്ണം വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ കിടക്കണ, അവക്കിട്ട് വെച്ചത് തിരിച്ചു വന്നേ. ഇനി ആ കൂടെ നീ പറഞ്ഞൊരു പ്ലാൻ ഇവിടെ വർക്കൗട്ട് ആവും. അപ്പോ അവരെ വിളിക്കല്ലേ? വിളിക്കും. സൈത്തെ പറഞ്ഞല്ലോ, ഓർമ്മയുണ്ടല്ലോ. അവള് ചിലപ്പോ ബഹളം വെച്ചെന്നൊക്കെ വരും. അത് നീ കാര്യമാക്കണ്ട. അവളെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഓടിച്ചു തരണം. അത് ഞാൻ ഏറ്റു. അതെ, സഹിത്തിന് പകരം ഞാൻ പോയാ പോരെ? ഓ വേണ്ട. കല്യാണിക്ക് ഞാൻ വേറൊരു കുട്ടിയുടെ അടുത്ത് പോകുന്ന ഇഷ്ടമില്ലെങ്കിൽ വേണ്ട, നീ ചെല്ല്. എന്നാ പിന്നെ സൈത്ത് ചെല്ല്. അവളെ മുകളിലുണ്ടേ. അതെ, ഞാനൊരു ഡൗട്ട് ചോദിക്കണ്ട. എന്താ? ഞാൻ എന്തെങ്കിലും കൈനട്ട് ചെയ്തോട്ടെ ഈ സീനിൽ? ഞാൻ എന്തേലും ചെയ്, കോളം ആക്കല്. ഞാനിന്നത് പൊളിക്കും. പോട്ടെ. ആ ചെല്ല്. ഒന്നും കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. മര്യാദക്ക് ഞാൻ പോവുമായിരുന്നു. അയ്യോ അയ്യോ അയ്യോ! ഇവിടെ വീഴ്ത്താൻ പോയത് എവിടെ? അയ്യോ എടാ, അയ്യോ, എടാ ചത്താ? ചത്ത് 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 ചത്ത്. വാടാ, എടാ എണീ. ഇപ്പൊ കറക്കി വീഴ്ത്താന്നും പറഞ്ഞ് പോയിട്ട് ദാ കിടക്കണു വായ വെട്ടിയിട്ടുണ്ട്. ഏയ് എണീ, എണീക്കടാ. അതെ, ഒന്ന് പിടിച്ചേ. പൊങ്ങണില്ല പിടി. അതെ, ബോധം ഇല്ലെങ്കിൽ ഇതൊന്ന് പോവുകയാണ്. കൂടുതൽ അടുപ്പിക്കണ്ട. ഡാ, ഡാ. എണീറ്റ്. എണീക്ക്. എന്ത് പറ്റിയേ? നീ പിടിക്കണ്ട. മനം കിട്ടിയൊന്നും പോരെ. എന്തോന്ന് പറ്റിയത്? അയ്യോ അയ്യോ അയ്യോ! അവള് കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് ആണ്. നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു തരണ്ടേ? നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ ഈ ആഴ്ച തന്നെ കരാട്ട പഠിച്ച് നമുക്കൊന്നുകൂടെ ട്രൈ ചെയ്യാം. നിനക്ക് കിട്ടിയതൊന്നും പോരേടേ. മതി നിങ്ങളുടെ എല്ലാവരുടെയും പ്ലാനിങ്. ഇനി ഈ പണിക്ക് എന്നെ വിളിക്കരുത്.
അതെ, ഇതിനേക്കാൾ നല്ലത് എന്റെ മുട്ട കൂടോത്രമായിരുന്നു. വാടി. എടി, അവൾ ഇവിടെ നിൽക്കട്ടെ, നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്. അല്ലാണ്ട് ഞാൻ നോക്കിയിട്ട് വേറെ വഴിയൊന്നും കാണുന്നില്ല. അതെ, അവളെ ഈ വീട്ടിൽ നിന്നല്ല, ഈ നാട്ടിൽ നിന്ന് തന്നെ ഓടിക്കാനുള്ള ഒരു ഐഡിയ എൻ്റെ കയ്യിലുണ്ട്. പ്രേമിക്കണം, അവളെ ആത്മാർത്ഥമായിട്ട് പ്രേമിക്കുകയാണെന്ന് വിശ്വസിപ്പിക്കണം. മനസ്സിലായില്ല. നീതുവുമായിട്ട് നമ്മളിൽ ഒരാൾക്ക് റിലേഷൻഷിപ്പിൽ എത്താൻ പറ്റിയ നമ്മൾ എന്ത് പറഞ്ഞാലും അവള് കേൾക്കും. ഗുഡ് ഐഡിയ അളിയ. ഞാൻ നാളെ തന്നെ അവളെ പ്രപ്പോസ് ചെയ്യുന്നു. ഒടിച്ചു മടക്കി നിങ്ങളെ കൈ തരും. അവളെ ഒടിച്ചു മടക്കാൻ പോയിട്ട് അവസാനം നീ കൈയും കാലും ഒടിഞ്ഞു വന്ന് കിടക്കരുത്. അത് ശരിയാണ്. സാരമില്ല, ഞാൻ കരാട്ടെ പഠിച്ചിട്ട് അവളെ പ്രപ്പോസ് ചെയ്യും. അതെ, നിങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ആളാണെന്നേ അവക്ക് ഇപ്പൊ തന്നെ മനസ്സിലായി കാണും. നിങ്ങളുടെ കൂട്ടത്തില് മൂന്നാമതൊരാളില്ലേ? ആര്? രഞ്ജിത്തോ? ആ, അയാള് തന്നെ. അയാളാണ് ബെസ്റ്റ് ആള്. പക്ഷെ അയാൾ ഇതിന് വില്ലിങ് ആവോ? ആ കാര്യം ഞാൻ ഏറ്റു. കല്യാണിക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാൻ കല്യാണിയെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിൽ എന്തർത്ഥം ഇരിക്കുന്നു? കല്യാണി നാളെ എങ്ങനെയെങ്കിലും അവളെ ഈ വീടിന്റെ പുറത്തെത്തിക്കണം. ബാക്കി കാര്യം ഞാൻ ഏറ്റു. ആ, ഓക്കെ. നീതു, എന്ത് ചേച്ചി? എനിക്കെന്തോ വയ്യാത്ത പോലെ ഇരിക്കുന്നു. അയ്യോ, എന്ത് പറ്റി? ഹോസ്പിറ്റലിൽ പോണോ? വേണ്ട, നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ? എന്താ? എനിക്ക് പനിയുടെ ടാബ്ലറ്റ് ഒന്ന് വാങ്ങിത്തരോ? ഞാൻ പൈസ തരാം. ആ, പിന്നെന്താ? എന്നാ വാ. പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഴകളും പൂനിലാവിന്റെ അരികിൽ നീതു സുന്ദരി. ഹായ് നീതു, ഐ ആം രഞ്ജിത്ത്. നീതുവിനെ എന്നെ അറിയണമെന്നില്ല, പക്ഷെ എനിക്ക് നീതുവിനെ അറിയാം. ആരാ? എന്റെ പേരെങ്ങനെ അറിയാം? നീതുവിന്റെ പേര് മാത്രമല്ല, നീതുവിനെ കുറിച്ചെല്ലാം എനിക്കറിയാം. ജയകുമാർ ചേട്ടന്റെ പി ജിയിലല്ലേ നീതു താമസിക്കുന്നത്? അളിയാ, ഈ സീന് എനിക്ക് കിട്ടണമായിരുന്നു. ഞാൻ പൊളിച്ചാണ്. മിണ്ടായിരുന്നില്ലെങ്കിലേ ഈ സീനിൽ നിന്നല്ല, ഈ എപ്പിസോഡിൽ നിന്ന് തന്നെ നിന്നെ കട്ട് ചെയ്തു. കൂടുതൽ സംസാരിച്ച് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം. നീതു ഇവിടെ ആദ്യമായിട്ട് വന്നതെന്നാണ് നീതുവിന് ഓർമ്മയുണ്ട്. പക്ഷെ എനിക്ക് ഓർമ്മയുണ്ട്, അന്നെൻ്റെ പിറന്നാൾ ദിവസമായിരുന്നു. അതുപോലെ ഞാൻ അമ്പലത്തിൽ പോയി ദൈവത്തോട് എനിക്ക് നല്ലൊരു ജീവിത പങ്കാളിയെ കിട്ടണമെന്ന് പ്രാർത്ഥിച്ച് ഞാൻ തിരിച്ചു വരുന്ന വഴിക്കാണ് നീതുവിനെ ആദ്യമായി കാണുന്നത്. അപ്പോൾ തൊട്ട് ഞാൻ നീതുവിനെ ഫോളോ ചെയ്യുമായിരുന്നു. ഗോപാലൻ ചേട്ടൻ്റെ കടയിൽ നിന്ന് കൂട്ടും കടലയും കഴിച്ചത്, ചില്ലറ പൈസയ്ക്ക് വേണ്ടി ഓട്ടോക്കാരനൊറ്റ് അടിയിട്ടത് എല്ലാം ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ അവൻ ഈ കാര്യത്തിൽ എൻ്റെ അത്ര എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാന്ന്. അല്ലെങ്കിൽ ആരെങ്കിലും പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് പുട്ടും കടലക്കറി എന്നൊക്കെ പറയൂ. അത് തന്നെ, നിന്റെ അത്ര പോലും ബുദ്ധിയില്ലാതായി പോലാണോ? കടലക്കറിയൊക്കെ ഗ്യാസ് അല്ലേ, കിഴങ്ങറി അതല്ലേ കോമ്പിനേഷൻ. അത് പിന്നെ ഗ്യാസ് ഇല്ലല്ലോ. നീതു പുസ്തകങ്ങളൊക്കെ വായിക്കുമല്ലേ? നീതു ഒന്നും ലൈബ്രറിയിൽ വരുന്നതും പുസ്തകങ്ങളെടുത്ത് പോകുന്നതും എല്ലാം ഞാൻ നോക്കി നിൽക്കാറുണ്ടായിരുന്നു. പുസ്തകങ്ങളൊക്കെ വായിക്കോ? പിന്നെ ആരുടെ ബുക്സാ കൂടുതൽ വായിക്കാറ്? വഴത്തോൾ. വള്ളത്തോളാണ് ഉദ്ദേശിച്ചത്. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? നീതു, ഞാനത് സൊല്ലുത്താവണോ? നീ അവളോ അഴക്, ഇവളോ അഴകാനൊരു അവളെ ഞാൻ എവിടെയോ பார்த்தത്. അത് ഐ ലവ് യു. ഞാൻ മാരീഡ് ആണ്. അങ്ങനെ ഈ പ്ലാനും പൊളിഞ്ഞല്ലേ? അവള് മാരീഡ് ആണെന്നേ.
എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാനേ പറ്റുന്നില്ല. മാരീഡ് ആണെങ്കിൽ ഇപ്പൊ എന്താ അവൾക്ക് പ്രേമിച്ചൂടെ? മണ്ടത്തരം പറയാടാ മണ്ട. നമ്മളാണ് ഇതിന്റെ പിന്നിലെന്നേ അവൾക്കൊരു ഡൗട്ടും ഇല്ലല്ലോ അല്ലേ? ഇല്ല, രഞ്ജിത്ത് നമ്മളെ ടീമിലുള്ളതാണെന്ന് അവൾക്ക് മനസ്സിലായിട്ടില്ല. ഇതാരളിയാ? അണ്ണ എന്താ ഇവിടെ? ഞാൻ ഇവിടെ തന്നെ ഉണ്ടേ. 3 എണ്ണം ഉണ്ടല്ലോ. ചേട്ടാ അന്ന് ഒരു അബദ്ധം പറ്റിയാണ്, നമുക്ക് ആള് മാറിപ്പോയി. നിങ്ങൾക്കാളും മാറി, പക്ഷെ എനിക്കാളും മാറിയിട്ടില്ല. ഓഹോ, അപ്പൊ ചേട്ടൻ രണ്ടും കൽപ്പിച്ചല്ലേ? എടാ ഗിരി, വാടാ. ഈ മാസത്തെ എൻ്റെ ഷെയർ. ഞാനിവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് എനിക്കറിയാം. അല്ലെങ്കിലും ഞാൻ എവിടെ പോയാലും ഇതൊക്കെ തന്നെ എൻ്റെ അവസ്ഥ. സാധാരണ എല്ലാവർക്കും ഉണ്ടായിരുന്നൊരു കുട്ടിക്കാലം ആയിരുന്നില്ല എനിക്കുണ്ടായിരുന്നത്. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ തന്നെ എനിക്ക് എൻ്റെ അമ്മയെ നഷ്ടപ്പെട്ടു. എൻ്റെ അമ്മയായിരുന്നു എനിക്കെല്ലാം. അമ്മ മരിക്കാൻ കാരണം എൻ്റെ ജാതകദോഷമെന്ന് പറഞ്ഞ് അച്ഛൻ എന്നെ ഒരുപാട് അകറ്റി നിർത്തി. അച്ഛൻ്റെ അവഗണനയും അമ്മയുടെ അഭാവവും എന്നെ വല്ലാണ്ട് ഒറ്റപ്പെടുത്തി. 18-ാം വയസ്സിൽ തന്നെ അച്ഛൻ എൻ്റെ കല്യാണം നടത്തി ബാധ്യത ഒഴിപ്പിച്ചു. അതൊരു പുതിയ തുടക്കമായിരിക്കും എന്നാണ് ഞാൻ കരുതിയത്. എൻ്റെ ഹസ്ബൻഡ് ഒരു മാനസിക രോഗിയാണെന്ന് ഞാൻ അറിയുന്നത് കല്യാണത്തിന് ശേഷമാണ്. അതെന്നെ കൂടുതൽ തളർത്തി. അയാളുടെ അമ്മ തൻ്റെ മകൻ്റെ അസുഖം മാറ്റാനുള്ളൊരു വഴിയായിട്ടാണ് എന്നെ കണ്ടത്. ആ വീട്ടിൽ നിന്നും ഞാൻ ഒരുപാട് അനുഭവിച്ചു. അവിടെ നിന്ന് എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. നിങ്ങളൊക്കെ എന്നെ ഒരുപാട് ഒറ്റപ്പെടുത്തിയെങ്കിലും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന നിമിഷമായിരുന്നു ഞാൻ എൻ്റെ ലൈഫ് കുറച്ചെങ്കിലും എൻജോയ് ചെയ്തത്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് എന്നോടൊരാൾ ഇഷ്ടമാണെന്ന് പറയുന്നത്. അതും നിങ്ങൾ പ്ലാൻ ചെയ്തതാണെന്ന് അറിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ഞാനിവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല. ഞാൻ എന്തായാലും ഇവിടെ നിന്ന് മാറുക. നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ ഞാൻ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സോറി. ശരി, ഞാൻ ഇറങ്ങുക. നീതു, ഞാൻ തന്നോട് ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്. താൻ എൻ്റെ മുറിയിൽ താമസിക്കാൻ വന്നത് എനിക്ക് ഇഷ്ടമായില്ലടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ.
പഠിക്കാൻ സമ്മതിക്കാണ്ടൊക്കെ ശല്യം ചെയ്ത് ഇവിടുന്ന് പോകുമെന്ന് വിചാരിച്ചിട്ടാ അങ്ങനെയൊക്കെ ചെയ്തേ. താൻ തന്റെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടാ ഇവിടെ വന്നേക്കുന്നുള്ളത് നമുക്ക് അറിയത്തില്ലായിരുന്നു. താനിന്ന് പറഞ്ഞില്ലേ ജീവിതത്തിൽ ആദ്യമായിട്ടാ തന്നോട് ഒരാൾ ഇഷ്ടാന്നൊക്കെ പറഞ്ഞെന്ന്. പ്ലാൻ ചെയ്ത് തന്നെയാ. പക്ഷെ തെറ്റ് പറ്റിപ്പോഴോ? സോറിടാ. ഞങ്ങളിവിടെ എല്ലാവരും ഒരു ഫാമിലി ആയിട്ട് നല്ല മിങ്കിളായിട്ട് പോയിക്കൊണ്ടിരുന്നതാ. അവിടെ പെട്ടെന്ന് പുറത്തുനിന്ന് ഒരാൾ വന്നപ്പോൾ നമുക്കത് ഡൈജസ്റ്റ് ആയില്ല. പിന്നെ തന്നെ ബിഹേവിങ്ങും ഒന്നും ഞങ്ങൾക്ക് ഇങ്ങോട്ട് ഓക്കെ ആയില്ല. അതിൻ്റെ ഒരു ചെറിയ പ്രശ്നത്തിൽ പറ്റിപ്പോയതാ. അത് ഞങ്ങളടുത്ത് ക്ഷമിക്കണം. നീതു, സോറിടാ. ഞങ്ങൾക്കൊന്നും അറിയത്തില്ലായിരുന്നല്ലോ നിനക്കിങ്ങനെ ഒരു ട്രോമ ഉള്ള കാര്യം. ഞാനും നിന്നെ ഇവിടെ ഓട്ടിക്കാൻ വേണ്ടി കുറേ പൊട്ടത്തരങ്ങൾ ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനായിട്ട് സോറി പറയുക. നീ ഇവിടുന്ന് പോവല്ലേടാ. ഇത് നീ തന്നെ വെച്ചോ. ഇനി അച്ഛനില്ല, അമ്മയില്ല, സ്നേഹിക്കാൻ ആരുമില്ല, അങ്ങനെയുള്ള സംസാരമൊന്നും ഇവിടെ വേണ്ട. ഈ 3 എനിക്ക് നോക്കാൻ അറിയാമല്ലോ. അപ്പൊ പിന്നെ 4 കുഴപ്പമില്ല. ഞാൻ കൊണ്ടുപോയി റൂമിൽ